ദേവികയില്ലാതെ നന്ദൻ നല്ല വിഷമത്തിലായിരിക്കും അല്ലേ? അല്ല അല്ല അങ്ങനല്ല. എനിക്കറിയാലോ, പഠിക്കുന്ന സമയം മുതല് നന്ദന്റെ മനസ്സിൽ ദേവിക മാത്രല്ലേ ഉള്ളൂ. കോളേജിൽ എല്ലാവരും എന്റെ ബാക്കിൽ നടന്നു, പക്ഷെ ഞാൻ നടന്നത് നന്ദന്റെ പുറകെയാ. പക്ഷെ നന്ദൻ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അയ്യോ അതുപോലെ അന്നെന്റെ റൂമില് ഞാൻ നന്ദന്റെ പടങ്ങൾ വെട്ടി ഒട്ടിച്ചിരുന്നു. കോളേജ് മാഗസീനിൽ വന്നിരുന്ന ചിത്രങ്ങളാ. രാത്രി ഞാൻ ആ ചിത്രങ്ങളോട് സംസാരിക്കും. നന്ദൻ എന്റെ അടുത്തുണ്ടെന്ന് ഞാൻ സങ്കല്പിക്കും. പിന്നെ ആ ചിത്രങ്ങളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പിന്നെ ആ ചിത്രങ്ങൾക്ക് ഉമ്മയും കൊടുക്കും. അയ്യോ നന്ദ, സോറി, ഞാൻ ഓർക്കാതെ പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുപോയി. സോറി. നന്ദന് ദേഷ്യം വരുന്നുണ്ടല്ലേ? ഇല്ല. ദേഷ്യം വരുന്നില്ലേ? ഇല്ല. ദേഷ്യം വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇഷ്ടമാവുന്നുണ്ടെന്നല്ലേ? അല്ലേ? അപ്പോ ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. ദേവി എന്നെ വിളിക്കുന്നു. നമ്മള് സംസാരിക്കുന്നതിനിടയ്ക്ക് എന്നെയും 2-3 പേരെ വിളിച്ചിരുന്നു. ഞാൻ പക്ഷെ അറ്റൻഡ് ചെയ്തില്ല. കാരണം എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് നന്ദൻ. നന്ദൻ കഴിഞ്ഞേ എനിക്ക് മറ്റെന്തുള്ളൂ. നന്ദനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഇനി ആരുടെ കോള് വന്നാലും ഞാൻ എടുക്കില്ല. അല്ല, നന്ദൻ വേണമെങ്കിൽ ദേവികയുടെ കോൾ അറ്റൻഡ് ചെയ്തോ, ഞാൻ കട്ട് ചെയ്തേക്കാം. വേണ്ട, അത് വേണ്ട. അപ്പൊ ഞാൻ കോള് കട്ട് ചെയ്യണ്ടെന്നാണോ? വേണ്ട. നമുക്ക് സംസാരിക്കാന്നാ? അതെ. താങ്ക് യു സോ മച്ച് നന്ദ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദേവികയുടെ കോള് വരുമ്പോഴും അതിന് പ്രാധാന്യം കൊടുക്കാതെ നന്ദൻ എന്നോട് സംസാരിക്കുന്നു. നന്ദൻ എനിക്ക് തന്ന പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് മറ്റാരിൽ നിന്നും എനിക്ക് കിട്ടാറില്ല. സത്യം പറഞ്ഞ നന്ദ, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല. അത്രയും ഹൃദയം തുറന്ന് എനിക്ക് നന്ദനോട് സംസാരിക്കാൻ കഴിഞ്ഞു. ഈ ദിവസം ഞാൻ മറക്കില്ല. താങ്ക് യു നന്ദ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ബില്ല, ആ? നിന്റെ തലവേദന മാറിയോ? വേണേ ഹോസ്പിറ്റലിൽ പോ. ഏയ് വേണ്ട വേണ്ട, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് തലവേദനിക്കുന്നു, പനി വരാൻ പോകുന്നു എന്നൊക്കെ? അങ്ങനെ ആയിരുന്നു. അതിനുള്ള മെഡിസിൻ കിട്ടി. ഇപ്പൊ ഓക്കെ ആയി. മെഡിസിനോ? ആ, നന്ദൻ. ഞാൻ അവനോട് കുറച്ചു നേരം സംസാരിച്ചു. ഇപ്പൊ ഞാൻ ഹാപ്പിയാ. എന്തിനാ നന്ദനെ വിളിച്ചത്? പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം? ഒരു കാര്യമില്ല, പെട്ടെന്ന് നന്ദനെ വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. പാപ്പ, ഞാൻ തുറന്നു പറയാം. എന്റെ മനസ്സിലിപ്പോ നന്ദൻ മാത്രമേ ഉള്ളൂ. ഞാൻ പാപ്പനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിക്കുമ്പോൾ മുതല് എനിക്ക് നന്ദനോട് പ്രത്യേകിച്ച് ഇഷ്ടമായിരുന്നു. പക്ഷേ നന്ദനെ ദേവിക തട്ടിയെടുത്തു. അന്ന് കൈവിട്ടു പോയത് ഇന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ബില്ല, നന്ദൻ വിവാഹം കഴിച്ച് ഭാര്യയൊത്ത് ജീവിക്കുന്ന ആളാ. സൗഹൃദമൊക്കെ ശരി, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾക്ക് പുറകെ പോയി നിന്റെ ലൈഫ് കളയരുത്. എന്റെ മനസ്സ് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന കുരുവിള ഇങ്ങനെ തന്നെ പറയണം. എനിക്കിനി മറ്റൊന്നും നേടണ്ട, നന്ദൻ മതി. അതിന് പാപ്പൻ എന്റെ കൂടെ നിൽക്കണം. ഞാൻ എന്നും എന്തിനും നിനക്ക് വേണ്ടിയല്ലേ നിന്നിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പം നിന്റെ ജീവിതം വെച്ചുള്ള കളിയാ, അത് ഓർമ്മ വേണം. പാപ്പൻ പറഞ്ഞത് നേരെ. എന്റെ ജീവിതം വെച്ചുള്ള കളിയാ. എന്റെ ജീവിതം എന്ന് വെച്ചാ ഇപ്പൊ എനിക്ക് നന്ദന. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഈ ദിവസങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് നന്ദന വേണം. അതിന് പാപ്പന്റെ സഹായം ഇനിയും വേണ്ടിവരും. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊന്നും കൂടെ ഉണ്ടാവും. ഗൗരി, ഞാൻ ഇറങ്ങണേ. ആ മുരളേട്ടാ, മറക്കാതെ വൈകിട്ട് സാധനങ്ങൾ വാങ്ങണേ. ആ ശരി. എന്താ മോനെ നേരത്തെ ഇറങ്ങിയത്? ദേവിക അവളുടെ വീട്ടിലല്ലേ, അപ്പൊ അവിടെ ചെന്ന് വിളിക്കണം. ചന്ദ്രോത്ത് പോയി വണ്ടി എടുത്തിട്ട് വേണം പോവാൻ, നല്ല ബ്ലോക്ക് ഉണ്ടാവും. മുരളേട്ടൻ എന്തായാലും അവിടേക്ക് പോവല്ലേ, അപ്പൊ കല്യാണക്കാരൻ സംസാരിക്കണം. ആ ശരി. അവൻ അങ്ങനെ സംസാരിക്കുന്ന എനിക്ക് തോന്നണില്ല. കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് അങ്ങോട്ട് പോകാം. നാട്ടിലെങ്ങും കേട്ടുകഴിവില്ലാത്തൊരു കല്യാണാലോചന. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇന്നലെ വേണ്ടെന്ന് പറയണമായിരുന്നു. ഇങ്ങനെ പുറകെ നടന്ന് കാല് പിടിച്ച് കെട്ടിക്കാൻ നവീൻ എന്താ എടുക്കാ ചേർക്കാ? പോകാൻ പറ അവളോട്. ചില പെണ്ണുങ്ങൾ ഇങ്ങനെയാ, അങ്ങോട്ട് താല്പര്യം കാണിച്ചു ചെല്ലുമ്പോ ഭയങ്കര ഡിമാൻഡ് കാണിക്കും. നീ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. അമ്മേ, ഞാൻ സംസാരിക്കും. കല്യാണമല്ലേ, അതിനൊക്കെ ഒരു സമയമുണ്ട്. അതേ ഞാനും പറഞ്ഞോളൂ, അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് നടക്കണം. അല്ലാതെ പരീക്ഷയും ജയിച്ച് ജോലിയും കിട്ടി പ്രമോഷനായിട്ട് കല്യാണം നടത്താൻ ഇരുന്നാലേ പെൻഷനായിട്ടും കെട്ട് നടക്കില്ല. അവളിനി വല്ല അപ്സരസും അവളുടെ രൂപത്തിൽ അവതരിച്ചതാണോന്ന് സ്വപ്നം കണ്ടിട്ടാണോ നടക്കണേ? അമ്മ, ഇങ്ങനെയൊന്നും ആക്ഷേപിക്കാതെ. പിന്നല്ലാതെ മനുഷ്യനൊരു ക്ഷമയില്ലേ? അല്ല, ഞാൻ നോക്കിക്കോളാമേ. മുരളി ഇടപെട്ട് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിലേ ഞാനിതിൽ ഇടപെടും. പിന്നെ തടയാൻ വന്നേക്കരുത്. ആ അമ്മേ, ആ പ്ലാന്റിനെതിരെ സമരത്തിന് പോകാൻ ഇറങ്ങുമോ ഗിരി?
2 ദിവസങ്ങളെ വാർത്തകളിലൊക്കെ പ്ലാന്റിന്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കേൾക്കുന്നത്. ഇന്ന് തുറക്കൊന്നും സമരം നടക്കൊന്നും കലാപം പോലെയൊക്കെ ആവുമെന്നും പറയുന്നു. അതിനിടയിലേക്ക് പോണ്ടെന്ന് ഗിരിയോട് പറയാമേ. ഹലോ, ആ മാഷെ, ഞാൻ ഇറങ്ങി. ആ, അവിടേക്ക് തന്നെ പോവാ. പാർട്ടി ഓഫീസിലെ കാര്യം ജോസഫ് മാഷ് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ ശരി. രജനി, ഞാൻ ഇറങ്ങണേ. അമ്മേ അമ്മേ, ഗിരി നിക്ക്. പ്ലാന്റിന്റെ സമരത്തിന് പോണ്ട. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. രജനി, നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ. സമരത്തിന്റെ കാര്യം ഇന്നും നില തുടങ്ങിയതല്ലോ. അമ്മ ഒന്ന് പറയേ. മോനെ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ പ്രവർത്തകരെയും കൂട്ടി പോയി നോട്ടീസ് ഒട്ടിക്കുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങ് വരും. ഉച്ചയ്ക്കും നിനക്ക് ഡോക്ടറെ കാണേണ്ടതല്ലേ? അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഡോക്ടറെ കണ്ടു വന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. എന്നിട്ട് വീണ്ടും സമരത്തിന് പോവോ? നീ ഇങ്ങനെ ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ഓരോന്ന് ചോദിക്കല്ലേ. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ. ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടി റെഡിയായിരുന്നു. ഗിരി, രജനിക്ക് മാത്രമല്ല, എനിക്കും ഇപ്പോൾ ഒരു പേടിയുണ്ട്. നീ ഒരുപാട് സമരവും പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഇതുപോലൊരു ഭയമില്ലായിരുന്നു. ഈ KK നായരുടെ കാര്യത്തിലെന്തോ മനസ്സിനൊരു സ്വസ്ഥത കുറവ്. അയാളൊരു വിഷപ്പാമ്പാ. ആ പാമ്പിന്റെ പല്ലെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ സമരം ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളില്ലേ. എല്ലാവരുടെ വീട്ടിലുണ്ട് ഭാര്യയും മക്കളും അമ്മയും അച്ഛനും ഒക്കെ. പിന്നെ രജനി, സമരം ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് കൂടി വേണ്ടിയാ. എന്നുവെച്ചാ ദാ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനും സമാധാനത്തോടെ ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കാൻ വേണ്ടി. പോട്ടെ, ധൈര്യമായിട്ടിരിക്കടോ. സൂക്ഷിക്കണം. ആ ഡോക്ടറെ കാണിക്കാനുള്ള ഫയലൊക്കെ എടുത്തു വെച്ചോ. നീ വിഷമിക്കണ്ട, അമ്മ ഇങ്ങ് വരും. അല്ല, ആ പാർപ്പിട പദ്ധതിയുടെ ഫയൽ സ്റ്റഡി ചെയ്തോ? ആ, ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. കുറിപ്പുകളും തയ്യാറാക്കുന്നുണ്ട്. അറിയാലോ, CMന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഫയൽ ദേവിയെ ഏൽപ്പിച്ചത്. എന്ന് വെച്ചാൽ ദേവികയുടെ കഴിവുകളിൽ അദ്ദേഹത്തിന് അത്രയും മതിപ്പുണ്ട്. അറിയാം സർ. സീനിയറായിട്ട് ഒരുപാട് MLA-മാരുണ്ടായിരുന്നിട്ടും എന്നെ അക്കാര്യം ഏൽപ്പിച്ചതിൽ അഭിമാനം തോന്നുന്നു. ദേവികയ്ക്ക് ചില പാളിച്ചകൾ പറ്റുന്നുണ്ടെങ്കിലും പുതുതലമുറയിലെ നേതാക്കളിൽ ദേവികയുടെ മേല അദ്ദേഹത്തിന് കൂടുതൽ പ്രതീക്ഷയുള്ളത്. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് 148 വീടുകളാണ് പ്ലാനിലുള്ളത്. വീട് നിർമ്മിച്ചത് അർഹതപ്പെട്ടവർക്ക് കൈമാറുന്നതുവരെ ദേവികയുടെ മേൽനോട്ടം വേണ്ടിവരും. തീർച്ചയായിട്ടും ഉണ്ടാവും. സർക്കാർ കണ്ടെത്തിയ സ്ഥലത്തെ നിവാസികൾക്ക് എന്തൊക്കെയോ മുറിവുറുപ്പുകളുണ്ട്. അത് സർക്കാർ നോക്കിക്കോളും. അധികം വൈകാതെ പ്രവർത്തനം തുടങ്ങണം. ടൈം ബൗണ്ടായി പൂർത്തിയാക്കി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഫയൽ തിരിച്ചേൽപ്പിക്കണം. സർ. ഹലോ. നമസ്കാരം സിദ്ധാർത്ഥ സാറേ. ആരാ? യോ, പറഞ്ഞാലറിയും. മനസ്സിലായില്ല. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടുമുണ്ട്. ആരാന്ന് പറയേ? KK നായരാണേ. യോ, സ്വാധീനിക്കാനൊന്നും വിളിച്ചല്ലേ സാറേ, ഒരു മംഗളകർമ്മത്തിന് ക്ഷണിക്കാനാ. എന്റെ പ്ലാന്റ് ഇന്ന് പ്രവർത്തനം തുടങ്ങുക. ഞാൻ പ്ലാന്റിന്റെ അപേക്ഷ ആദ്യം ഐശ്വര്യമായിട്ട് തന്നത് സാറിന്റെ കയ്യിലാ. അതിന് സാറങ്ങ് അടവച്ചു. പക്ഷേ മുട്ട വിരിഞ്ഞില്ല. മരുമോള് പക്ഷെ ന്യൂജന കൊച്ചൊപ്പിട്ട് തന്നു.
സാറേ ചടങ്ങിന് സാറ് വരണം. ഒരു തിരി സാറും കൊളുത്തണം. എന്റെ കമ്പനിയുടെ ഫയല് കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം ആ കയ്യിൽ ഇരുന്നതല്ലേ. കെ സാറേ, നിങ്ങളെ ഈ ക്ഷണം നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ബാക്കിയാണെന്ന് എനിക്കറിയാം. എന്തായാലും വിളക്ക് തെളിയിക്കാൻ നിങ്ങൾ എന്നെ വിളിച്ചു. ഇന്നെനിക്ക് വരാൻ പറ്റില്ല, പക്ഷെ ഞാൻ വരും വിളക്ക് അണയ്ക്കാൻ. എന്താ പറഞ്ഞ? ആ പ്ലാന്റ് ഞങ്ങൾ പൂട്ടിക്കൊന്ന്. ജനവിരുദ്ധ സ്ഥാപനം അത്. പക്ഷെ അത് ഒപ്പിട്ടതേ ജനകീയ MLA യാ. MLA ദേവിക. MLA മന്ത്രി ഒന്നുമല്ല കേൾക്കാൻ നേരെ വലുത് ജനങ്ങളാ. ജനശക്തി കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. പ്ലാന്റിനെ എതിർക്കാൻ ആദ്യം നിങ്ങൾ MLA ദേവികയെ എതിർക്കണം. ആരൊക്കെ എതിർക്കേണ്ടതെന്ന് താങ്കൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. വരാൻ പോകുന്ന എന്താണെന്ന് കാത്തിരുന്ന് കണ്ടോ. ഇന്ന് അഹങ്കാരത്തോടെ തന്നെ ഫോൺ ചെയ്ത് വിളക്കൊളുത്താൻ വിളിച്ചില്ലേ? അതിന്റെ മറുപടി ഞാൻ അപ്പ പറയാം. ഉവ്വ ഉവ്വ. ആ വണ്ടി എടുക്കടാ. ശാരിക്കൊരു പ്രണയം ഉണ്ടെന്നും അതുകൊണ്ടാ നവീനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാത്തതെന്നും നന്ദു പറഞ്ഞപ്പോ എനിക്കങ്ങ് ഷോക്കായിപ്പോയി. മുരളിയേട്ടനാ നന്ദുവിനോട് പറഞ്ഞതെന്നറിഞ്ഞപ്പോ വല്ലാത്ത വിഷമവും തോന്നി. മുരളിയേട്ടൻ ഇക്കാര്യം എന്നോട് മറച്ചു വെച്ചത് ശരിയായില്ല. കൃത്യമായൊരു സമയം വരുമ്പോൾ ദേവികയോട് പറയാമെന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. ഒന്നാമത് ദേവികയ്ക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ ശാരികയുടെ ഒരു വിഷമം കൂടി മനസ്സിൽ കയറ്റണ്ടെന്ന് കരുതി. മുരളിയേട്ടൻ എനിക്കൊരു പരിഗണന തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നന്ദുവിനോട് പറഞ്ഞ സ്ഥിതിക്ക് എന്നെ അറിയിക്കായിരുന്നു. സോറി ദേവിക, നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ തിരിച്ചടിക്കും. ഇതിപ്പോ അങ്ങനെയാ സംഭവിച്ചിരിക്കുന്നത്. പോട്ടെ, ഞാൻ മുരളിയേട്ടനെ പ്രയാസപ്പെടുത്താൻ പറഞ്ഞതല്ല. അതിരിക്കട്ടെ, ആരെയാ ശാരി ഇഷ്ടപ്പെടുന്നതെന്ന് എന്തെങ്കിലും സൂചന തന്നോ? ഇല്ല ദേവിക, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഉപദേശിക്കേണ്ടതൊക്കെ ഉപദേശിച്ചു. നമ്മളെല്ലാരും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണല്ലോ. അതുകൊണ്ട് തന്നെ എതിർക്കേണ്ട ധാർമ്മിക അവകാശമൊന്നുമില്ല. പക്ഷേ ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കടമയുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. ആരെയാണാവോ അവള് കണ്ടെത്തിയിരിക്കുന്നത്? ഞാനും നന്ദുവും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ, ശരി തന്നെ. പക്ഷേ നമ്മുടെ വീട്ടിലെ മറ്റൊരാളാ വഴിയിൽ വരുമ്പോ ഒരു പേടിയാ മനസ്സില്. അത് നേരാ. പിന്നെ പ്രണയത്തിലും അർത്ഥമൊന്നുമില്ലെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നേ. നന്ദുവിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ഇസബല്ല പറയുന്നതിനപ്പുറം നന്ദു ഒന്നും ചെയ്യുന്നില്ല. അത് ദേവികയുടെ സംശയം. നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറം മറ്റെന്തോ അടുപ്പം അവര് തമ്മിലുണ്ട്. അത് സ്നേഹവും പ്രേമമൊന്നുമല്ല. ഓരോന്ന് ചിന്തിച്ച മനസമാധാനം കളയാന്നല്ലാതെ മറ്റൊരു ഗുണവുമില്ല. അതൊക്കെ അങ്ങ് വിട്. ഇനി പാർട്ടി ഓഫീസിലേക്കാണോ നമ്മൾ പോകുന്നത് അതോ? അല്ലല്ല, അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണം. എന്തു പറ്റി? ഒരു പ്രധാനപ്പെട്ട ഫയല് പ്രസന്റ് ചെയ്യാനുണ്ട്. പാർപ്പിട പ്രോജക്റ്റിന്റെ ഫയലാ. ഞാൻ ന്യൂസിൽ കണ്ടു. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഫയലാ ഈ പാർപ്പിട പദ്ധതിയുടെ ഫയല്. ഒന്ന് പഠിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാ. ഞാനതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി CM-ന് സബ്മിറ്റ് ചെയ്യണം. ആഹാ, ഫയല് വീട്ടിലാ. എന്നാ പോ. ശരി.